അഭ്യർത്ഥന നടത്തുന്നത്. ഇത് നടത്താൻ വേണ്ടി ഖുർആൻ ലഫ്ള് പദം വരെ പഠിപ്പിച്ചു കൊടുത്തു. ആ പദത്തിനുള്ള മറ്റൊരു പദമാണ് അതാ മദീനയിൽ എഴുതപ്പെട്ടത്. യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദ് ബിയദി മൻ സിവാക വല അൽമി അലാ അഹദി. എന്നിട്ട് അങ്ങനെ ഒരുപാട് വരികൾ പറഞ്ഞുകൊണ്ട് ഇന്നീ വയൻ സബരി വയുറബ്ബിയുനി അഖൂലു യാ സയ്യിദ സദാതി യാ സനദി. അതാ എനിക്ക് വല്ല വിഷമങ്ങളും സംഭവിച്ചാൽ, എനിക്ക് വല്ല കുതുക്കുകളും സംഭവിച്ചാൽ ഞാൻ പറയും യാ സയ്യിദ സദാ, ഓ നേതാക്കളിൽ നേതാവായ നബിയെ ഞങ്ങൾ രക്ഷപ്പെടുത്തേണ്ടത്, എന്നെ രക്ഷപ്പെടുത്തേണ്ടത് എന്ന് ഞാൻ അല്ലാഹുവിന്റെ ഹബീബിനെ വിളിച്ചുകൊണ്ട് പറയും എന്ന വരികൾ മദീനത്ത് റൗള ഷരീഫിന്റെ മുകളിൽ ഇപ്പോഴും ഉണ്ട്. നീ പോയി നോക്ക്, മായ്ക്കപ്പെട്ടിട്ടില്ല. ഇന്ന് വൈകുന്നേരം വരെ മായ്ക്കപ്പെട്ടിട്ടില്ല. നാളെ ഞാൻ ഈ പറഞ്ഞത് ആരെങ്കിലും അവിടെ പറഞ്ഞിട്ട് ഇവിടെ നിൽക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ അവിടെ വെച്ചിട്ട് എന്ന് പറഞ്ഞ് ആരെക്കൊടുക്കലും മായ്പ്പിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരിക്കൽ മദീനത്തുള്ള മറ്റൊരു വരികൾ മായ്ക്കപ്പെട്ടിരുന്നു. അതാ ഇപ്പോഴവിടെയുണ്ട്. സിയാറത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാൻ അവിടുത്തെ തിരുഹദ്റത്തിൽ വളരെ ആദരവോടെ, വിനയത്തോടെ, അടക്കത്തോടെ മുഅ്മിനായ മനുഷ്യൻ നിൽക്കുമ്പോൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക യാ നബിയല്ലാഹ് എന്ന് വിളിച്ച് സലാം പറയുമ്പോൾ നീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിമുഖ സംഭാഷണം ചെയ്യുമ്പോൾ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ ഉള്ളിൽ ഹയാത്തോടു കൂടി നിൽക്കുകയാണ് എന്നാണല്ലോ മുസ്ലിം സമുദായം വിശ്വസിക്കുന്നത്. അതുകൊണ്ടല്ലേ അസ്സലാമു അലൈക യാ റസൂലല്ലാഹി എന്ന് പറയുന്നത്. അങ്ങനെ അല്ലാഹുവിന്റെ ഹബീബിനോട് സലാം പറയുമ്പോൾ എന്റെ മുൻഭാഗത്ത് കാണുന്ന രണ്ട് തൂണ് വലഭാഗത്തും ഇടഭാഗത്തും, ആ രണ്ട് തൂണിന്റെ മുകളിൽ സ്വർണ്ണലിപികളാൽ എഴുതപ്പെട്ട വരികളുണ്ട്. യാ ഖൈറ മൻ ദുഫിനത്തിൽ ഖാഇ അഅ്ളുമുഹു ഫതാബ മിൻ തുയ്ബിഹിന്നൽ ഖാഉ വൽ അക്മു. എന്താണ് ലോകത്ത് മറവ് ചെയ്യപ്പെട്ട ആളുകളിൽ ഏറ്റവും ഉത്തമരായ നബിയെ, അവിടത്തെക്കാണ് ഏറ്റവും അധികം ശ്രേഷ്ഠതയുള്ളത്. അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർ ശരീഫാണ്. അല്ലാഹുവിന്റെ ഭൂമിയിലും ആകാശത്തിലും എല്ലാ മഖ്ലൂക്കുകളിലും എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും ശ്രേഷ്ഠരായ നബി തങ്ങളുടെ ശരീരം തൊട്ട ഖബർ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. ആ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നബിയെ അങ്ങയുടെ ഖബർ കൊണ്ട്, ആ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അങ്ങയുടെ കാരണത്താൽ ലോകം മുഴുക്കെ സുഗന്ധമുള്ളതായി അങ്ങനെയുള്ള നബിയെ എന്ന് വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിസംബോധനം ചെയ്യുന്നു. ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിസംബോധനം ചെയ്തിട്ട് പറയുന്നത് എന്താണ്? നഫ്സി ഫിദാഉൻ ലിഖബ്രിൻ തസകിനുഹു ഫീൽ അഫാഖു വഫീൽ ഫൂദു വൽ കറമു. ഓ ഹബീബായ നബിയെ, അങ്ങയുടെ ഖബറിൽ നിന്നാണ് ലോകത്തേക്ക് മുഴുവനും സമാധാനം അടുത്തു വീശുന്നത്. അങ്ങയുടെ ഖബറിൽ നിന്നാണ് ലോകത്തിന് മുഴുവനും നന്മ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങയുടെ ഖബറിന്റെ ഉള്ളിൽ നിന്നാണ് മനുഷ്യന്റെ സത്യം വിതരണം ചെയ്യപ്പെടുന്നത്. അങ്ങനത്തെ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന ഹബീബായ നബിയെ, അവിടുത്തെ ഖബറിലേക്ക് എന്റെ ശരീരം ദണ്ഡമായി ഞാനിതാ സമർപ്പിക്കുന്നു. എങ്ങനെ?
അവിടെ നിന്ന് അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർ, ആ ഖബറിലേക്ക് എന്റെ ശരീരത്തെ ഞാൻ തണ്ടമായി അതാ സമർപ്പിക്കുകയാണ്. ഇത് മദീനത്ത് എഴുതപ്പെട്ടതാണ്. 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ്. ഇടക്കാലത്ത് 1 കൊല്ലം മാത്രം അത് എടുത്തു കളഞ്ഞിരുന്നു. രണ്ടാമത് അവിടുത്തെ ഭരണാധികാരികൾക്ക് വെക്കാൻ നിർബന്ധമായി അവർ രണ്ടാമതും സ്ഥാപിച്ചു. ഇന്നും അവിടെയുണ്ട്. ഈ മുജാഹിദിന്റെയും ജമാഅത്തിന്റെയും ആശയപ്രകാരം ഈ വരികൾ പറയുന്നവൻ മുശ്രിക്കായി പോകില്ലേ? മുസ്ലിങ്ങൾ പറയുന്നു ഇതുകൊണ്ട് മുശ്രിക്കാകില്ല. കാരണം സഹാബത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിസംബോധനം ചെയ്യുമ്പോൾ ഫിദാക അബീ വ ഉമ്മി, എന്റെയും എന്റെ മാതാപിതാക്കളുടെയും ശരീരങ്ങൾ അങ്ങയിലേക്ക് തണ്ടമാകുന്നു, അങ്ങയിലേക്ക് ഹദിയയാകുന്നു. അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കാനും അങ്ങയ്ക്ക് വേണ്ടി മരിക്കാനും ഞങ്ങൾ തയ്യാറാകുന്നു, ഞങ്ങളതിൽ സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറയാതെ ഒരൊറ്റ സഹാബിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അഭിസംബോധനം ചെയ്തിരുന്നില്ല. ആ വാക്ക് തന്നെയാണ് ഇപ്പോൾ ഖബറിന്റെ അടുക്കൽ ചെന്ന് ലോക മുസ്ലിമീങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടുത്തെ മുജാഹിദ് പറഞ്ഞത് 40 ലക്ഷം ജനങ്ങൾ 1 കൊല്ലം ഹജ്ജ് ചെയ്യുന്നുവെങ്കിൽ